PSC ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2025 ഫെബ്രുവരി 1 ഇറങ്ങിയ PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ആദ്യത്തെ പോയിന്റ് കിടക്കാം. നിങ്ങൾ ഈ കാണുന്നത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനെയാണ്. നോക്കുക, എന്താണ് പ്രത്യേകത? അയർലൻഡിനെതിരെ രാജ്കോട്ടിൽ നടന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ നേടിയ 435 റൺസ് പുരുഷ വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറാണ് അല്ലെ. അപ്പൊ എന്താ പ്രത്യേകത? അയർലൻഡിനെതിരെയാണ്, രാജ്കോട്ടിലാണ്. ഏത് രാജ്യത്തിനെതിരെയാണ്? അയർലൻഡിനെതിരെ രാജ്കോട്ടിൽ നടന്ന ഏകദിന ക്രിക്കറ്റ് പരമ്പരയാണ്. വൺ ഡേ ഇന്റർനാഷണൽ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ നേടിയ 435 റൺസ് എന്ന് പറയുന്നത് പുരുഷ ക്രിക്കറ്റ് ടീമിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും വനിതാ ക്രിക്കറ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിലും ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറാണ് ഈ 435 റൺസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? അയർലൻഡിനെതിരെ രാജ്കോട്ടിൽ നടന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ നേടിയ 435 റൺസ് പുരുഷ വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറാണ്. ഈ മത്സരത്തിൽ ഇന്ത്യ നേടിയ 304 റൺസിന്റെ ജയം എന്ന് പറയുന്നത് വനിതാ ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന വിജയമാണ് അല്ലെ. ഈ മത്സരത്തിൽ ഇന്ത്യ നേടിയ 304 റൺസിന്റെ ജയം എന്ന് പറയുന്നത് വനിതാ ഏകദിന മത്സരങ്ങൾ എടുക്കുമ്പോൾ അതിൽ ഏറ്റവും ഉയർന്ന വിജയമാണ് അല്ലെ. ഇനി ഇതേ പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ നേടിയ 371 റൺസ് ആയിരുന്നു ഇതിനു മുമ്പ് ഇതുവരെ വനിതകളുടെ ഉയർന്ന സ്കോർ എന്ന് പറയുന്നത്. ഇനി പുരുഷന്മാരുടെ ഉയർന്ന സ്കോർ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2011 വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ 418 റൺസ് ആണ് നമ്മുടെ പുരുഷന്മാരുടെ ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന റൺസ് എന്ന് പറയുന്നത്. അത് ആർക്കെതിരെയാണ്? വെസ്റ്റ് ഇൻഡീസിനെതിരെ 418 റൺസ് ആണ് പുരുഷന്മാരുടെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന് പറയുന്നത്. പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനായിരുന്ന ജോർജ് ഓർവെലിനോടുള്ള ആദരസൂചകമായി, ആരാണ്? ജോർജ് ഓർവെൽ അല്ലെ. ജോർജ് ഓർവെലിനോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ 75ാം ചരമവാർഷികത്തിൽ 2 പൗണ്ടിന്റെ പുതിയ നാണയം പുറത്തിറക്കിയ രാജ്യമാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് പ്രത്യേകത? ജോർജ് ഓർവെൽ അല്ലെ, അദ്ദേഹം ഒരു പ്രശസ്ത ഇംഗ്ലീഷ് സാഹിത്യകാരനാണ്, നമുക്കറിയാം അല്ലെ. ജോർജ് ഓർവെലിനോടുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ 75ാം ചരമവാർഷികത്തിലാണ് അല്ലെ. എന്താണ്? ചരമവാർഷികത്തിലാണ്. 75ാം ചരമവാർഷികത്തിൽ എന്ത് സംഭവിച്ചു? 2 പൗണ്ടിന്റെ പുതിയ നാണയം പുറത്തിറക്കിയ രാജ്യമാണ് ബ്രിട്ടൻ എന്ന് പറയുന്നത്. അടുത്ത നോക്കുക, പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പാർലമെന്റ് ഇംപീച്ച് ചെയ്ത ദക്ഷിണ കൊറിയൻ പ്രസിഡന്റാണ് യുൻ സുക്യോൾ. അദ്ദേഹം എന്തായി? അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. പദവിയിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ പ്രസിഡന്റ് ആണ് അദ്ദേഹം. അതൊരു നല്ലൊരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പോയിന്റ് ആണ്. ഒന്ന് നോക്കുക, എന്താണ് പ്രത്യേകത? ഇതെവിടെയാണ്? ദക്ഷിണ കൊറിയയിലാണ് ഈ സംഭവം നടക്കുന്നത്. ദക്ഷിണ കൊറിയ. എന്താണ്? ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് അല്ലെ, അദ്ദേഹത്തിനെ എന്ത് ചെയ്തിരുന്നു? പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് അല്ലെ പാർലമെന്റ് ഇംപീച്ച് ചെയ്ത വ്യക്തിയാണ് ഈ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള യുൻ സുക്യോൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് പാർലമെന്റ് ഇംപീച്ച് ചെയ്ത ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുൻ സുക്യോൾ അറസ്റ്റിലായി. പദവിയിലിരിക്കെ അറസ്റ്റിലാകുന്ന ആദ്യ പ്രസിഡന്റ് ആണ് ഈ യുൻ സുക്യോൾ എന്ന് പറയുന്നത്. അടുത്തൊരു പോയിന്റ് നോക്കാം. അടുത്തൊരു പോയിന്റ് INS സൂറത്ത്. നോക്കി വെക്കുക, INS സൂറത്ത്, അതേപോലെ INS നീലഗിരി എന്നീ യുദ്ധക്കപ്പലുകളാണ്. അപ്പൊ യുദ്ധക്കപ്പലുകളുടെ പേരെന്തൊക്കെയാണ്? INS സൂറത്ത്, INS നീലഗിരി. അതുപോലെ അന്തർവാഹിനിയായ INS വാഗ്ഷീറും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു അല്ലെ. അപ്പൊ എന്താണ് പ്രത്യേകത? ഏതൊക്കെ യുദ്ധക്കപ്പലുകളാണ്? ഒന്ന് INS സൂറത്ത് ഉണ്ട് അല്ലെ. INS സൂറത്ത് എന്ന് പറയുന്ന യുദ്ധക്കപ്പലാണ്. അതേപോലെ INS നീലഗിരി എന്ന് പറയുന്ന യുദ്ധക്കപ്പലാണ്. ഈ 2 യുദ്ധക്കപ്പലുകളും. ഇനി അന്തർവാഹിനി ഏതാണ്? വാഗ്ഷീർ എന്ന അന്തർവാഹിനിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു അല്ലെ. അടുത്ത പോയിന്റ് നോക്കുക, സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള, ഇത് സംസ്ഥാനത്തെയാണ്, കേരള സംസ്ഥാനത്തിലെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം നേടിയ പോലീസ് സ്റ്റേഷൻ ഏതാണ്? കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ് അല്ലെ. അപ്പൊ എന്താണ്? സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം നേടിയ പോലീസ് സ്റ്റേഷൻ ഏതാണ്? കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. അടുത്തൊരു പോയിന്റ് നോക്കുക, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയായ ഹോപ്പ് അത് അല്ലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പുറത്തിറങ്ങിയിട്ടുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഹോപ്പ് എന്നാണ്. അപ്പൊ നോക്കി നോക്കിയ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയുടെ പേരാണ് ഹോപ്പ് എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ടാങ്ക് വേദ, അതായത് ആന്റി ടാങ്ക് എന്ന് പറയും, ഇന്ത്യയുടെ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈലായ
നാഗ്മാർക്ക്, എന്താണ് അതിന്റെ പേര്? നാഗ്മാർക്ക് 2 അല്ലെ, നാഗ്മാർക്ക് 2ന്റെ പരീക്ഷണം വിജയമായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആന്റി ടാങ്ക് അല്ലെങ്കിൽ ടാങ്ക് വേദ ഗൈഡഡ് മിസൈൽ, ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ഏതാണ്? നാഗ്മാർക്ക് 2, അതിന്റെ പരീക്ഷണം വിജയമായിരുന്നു അല്ലെ. ഇനി നവാഫ് സലാമിനെ ലെബനന്റെ പുതിയ പ്രധാനമന്ത്രിയായി പ്രസിഡന്റ് ജോസഫ് ഔൻ നാമനിർദ്ദേശം ചെയ്തു അല്ലെ. അപ്പോൾ ലെബനന്റെ പ്രധാനമന്ത്രി ആരാണ്? ലെബനന്റെ പ്രധാനമന്ത്രി ആരാണ്? നവാഫ് സലാമാണ് അല്ലെ. അപ്പൊ നവാഫ് സലാമാണ് ലെബനന്റെ പുതിയ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. പ്രസിഡന്റ് ജോസഫ് ഔൻ ആണ്, ജോസഫ് ഔൻ. അപ്പൊ നവാഫ് സലാമിനെ ലെബനന്റെ പുതിയ പ്രസിഡന്റായി അല്ലെ, നവാഫ് സലാമാണ് പ്രധാനമന്ത്രി. അതേപോലെ പ്രസിഡന്റ് ആരാണ്? ജോസഫ് ഔനാണ്. എവിടുത്തെയാണ്? ലെബനന്റെ അല്ലെ. അപ്പൊ നവാഫ് സലാമിനെ ലെബനന്റെ പുതിയ പ്രധാനമന്ത്രിയായി പ്രസിഡന്റ് ജോസഫ് ഔൻ നാമനിർദ്ദേശം ചെയ്തു. പത്മ പുരസ്കാരങ്ങൾ നേടിയത് ആരൊക്കെയെന്ന് നോക്കാം അല്ലെ. പത്മ പുരസ്കാരങ്ങളിൽ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് പത്മവിഭൂഷൺ നേടിയത് ആരൊക്കെയെന്നാണ് ആദ്യം നമ്മൾ പഠിക്കുന്നത്. പത്മവിഭൂഷൺ നേടിയവരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാരെന്ന് പറയുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട കഥാകാരനായിട്ടുള്ള MT വാസുദേവൻ നായർ അല്ലെ, അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ദുവൂർ നാഗേശ്വര റെഡ്ഡി, ജസ്റ്റിസ് റിട്ടയേർഡ് അല്ലെ ജഗദീഷ് സിംഗ് കേഹർ, അതേപോലെ കുമുദിനി രജനീകാന്ത് ലഖിയ, ഒസാമു സുസുക്കി, ശാരദാ സിൻഹ, എൽ സുബ്രഹ്മണ്യം എന്നിവർക്ക് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പത്മവിഭൂഷൺ ലഭിച്ചവരുടെ പേരാണ് ഈ പറഞ്ഞ, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് MT വാസുദേവൻ നായർ, ദുവൂർ നാഗേശ്വര റെഡ്ഡി, ജസ്റ്റിസ് റിട്ടയേർഡ് ജഗദീഷ് സിംഗ് കേഹർ, കുമുദിനി രജനീകാന്ത് ലഖിയ, ഒസാമു സുസുക്കി, ശാരദാ സിൻഹ, എൽ സുബ്രഹ്മണ്യം. അപ്പോൾ ഇത്രയും പേർക്ക് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് പത്മഭൂഷണാണ്. 19 പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. ആ നമ്പർ കൂടെ നോട്ട് ചെയ്ത് വെക്കുക. 19 പേർക്കാണ് പത്മഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. അവരിലെ പ്രധാനികൾ ആരൊക്കെയാന്ന് നോക്കാം. ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായ PR ശ്രീജേഷ്. ഇത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് അല്ലെ. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കണം. ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായ PR ശ്രീജേഷ്. ചലച്ചിത്ര നടി ശോഭന അല്ലെ, തമിഴ് നടൻ അജിത്ത്, ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം എന്നിവർ ഉൾപ്പെടെ 19 പേർക്ക് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ പത്മവിഭൂഷൺ പഠിച്ചു, പത്മഭൂഷൺ പഠിച്ചു. പത്മഭൂഷണിൽ പ്രധാനപ്പെട്ടത് ആരൊക്കെയാണെന്നാണ് പറയുന്നത്. ഇന്ത്യൻ ഹോക്കി ടീം ക്യാപ്റ്റൻ അല്ലെ, ഇന്ത്യൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായ PR ശ്രീജേഷ് ഉണ്ട് അതിൽ അല്ലെ. പത്മഭൂഷണാണ് പറയുന്നത്. ഇനി പത്മഭൂഷൺ ലഭിച്ച മറ്റൊരു ആളാണ് നമ്മുടെ ചലച്ചിത്ര നടി ശോഭന എന്ന് പറയുന്നത്. അതേപോലെ തമിഴ് നടൻ അജിത്ത്, അതേപോലെ ഹൃദ്രോഗ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം, ഇവരുൾപ്പെടെ 19 പേർക്ക് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പേരെ പത്മഭൂഷണിൽ ഓർത്തിരിക്കുക. ഇനി പത്മശ്രീ ലഭിച്ചിട്ടുള്ളത് ശരിക്കും 113 പേർക്കാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് IM വിജയന് കിട്ടിയിട്ടുണ്ട് അല്ലേ. IM വിജയന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ഇത്രയും നമ്മൾ നോക്കി. അത് നന്നായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ തന്നെയായിരിക്കും ചോദിക്കാൻ സാധ്യത. വലിച്ചുവാരി പഠിക്കേണ്ട കാര്യമില്ല. അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. അടുത്തത് പ്രേം നസീർ പുരസ്കാരം നേടിയത് ഷീലയാണ്. പ്രേം നസീർ പുരസ്കാരം അല്ലെ, ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രേം നസീർ പുരസ്കാരം നേടിയത് നടി ഷീലയാണ്. അതേപോലെ 2024 മികച്ച 2020 താരമായി ഇന്ത്യയുടെ അർഷദീപ് സിംഗ് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? അർഷദീപ് സിംഗ് എന്നാണ്. ഇത് ഏത് വർഷത്തെയാണ്? 2024. 2024 മികച്ച 2020 താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ പേരെന്താണ്? അത് അർഷദീപ് സിംഗ് എന്നാണ്. അർഷദീപ് സിംഗ് അല്ലെ. അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. വിഖ്യാത ഹോളിവുഡ് സംവിധായകനും തിരക്കഥാകൃത്തുമായ ഡേവിഡ് ലിഞ്ച്, അദ്ദേഹത്തിന്റെ പേരാണ് ഡേവിഡ് ലിഞ്ച്, അന്തരിച്ചു. എന്താണ്? വിഖ്യാത ഹോളിവുഡ് സംവിധായകനും തിരക്കഥാകൃത്തുമായ ഡേവിഡ് ലിഞ്ച് അന്തരിച്ചു. വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയായ വികാസ് ലിക്വിഡ് എഞ്ചിന്റെ പരീക്ഷണം ISRO വിജയകരമായി നടത്തി. എന്താണ്? വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയാണ് വികാസ് ലിക്വിഡ് എഞ്ചിൻ അല്ലെ. അതിന്റെ പരീക്ഷണം ISRO വിജയകരമായി നടത്തി. അടുത്തത് S ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം നോവലിസ്റ്റും നിരൂപകനും ചരിത്രകാരനുമായ പ്രൊഫസർ SK വസന്തന് ലഭിച്ചിട്ടുണ്ട്. SK വസന്തനെ നമുക്കറിയാം, എഴുത്തച്ഛൻ പുരസ്കാരത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ എന്ത് അവാർഡാണ് SK വസന്തന് ലഭിച്ചിട്ടുള്ളത്? S ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം. S ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം
നോവലിസ്റ്റും നിരൂപകനും ചരിത്രകാരനുമായ പ്രൊഫസർ SK വസന്തന് ലഭിച്ചു. അടുത്തത് R1 എന്ന ചെലവ് കുറഞ്ഞതും വേഗം കൂടിയതുമായ AI മോഡൽ നിർമ്മിച്ച ചൈനീസ് കമ്പനിയായ DeepSeek. അല്ലെ, DeepSeek ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുന്നതാണ്. അതുകൊണ്ട് അടുത്ത IT ഭാഗത്ത് DeepSeekനെ കുറിച്ച് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ മാക്സിമം DeepSeekനെ കുറിച്ച് മനസ്സിലാക്കി വെക്കുക. അല്ലെ, അപ്പോൾ നമുക്കറിയാം ദക്ഷിണ കൊറിയ കഴിഞ്ഞ ദിവസം DeepSeekനെ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വാർത്തകളിൽ ഇടം നേടുന്ന ഒരു സംഭവമാണ് DeepSeek എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെ, ചാറ്റ് GPT പോലെയുള്ള ഒരു സംവിധാനം അല്ലെ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. R1 എന്ന ചെലവ് കുറഞ്ഞതും വേഗം കൂടിയതുമായ AI മോഡൽ നിർമ്മിച്ച ചൈനീസ് കമ്പനിയായ DeepSeek. പ്രമുഖ സിനിമാ സംവിധായകൻ ഷാഫി അന്തരിച്ചു. അല്ലെ, മലയാളത്തിലെ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കുറെ ചിരിപ്പടങ്ങളുടെ സംവിധായകനായിരുന്നു ഷാഫി. അദ്ദേഹം അന്തരിച്ചു. അടുത്ത പോയിന്റ്, അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ICC എന്ന് പറയൂലേ, കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ടെസ്റ്റ് താരമായി ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയെ തിരഞ്ഞെടുത്തു. അതിന്റെ കൂടെ വനിതാ ഏകദിനത്തിലെ മികച്ച താരമായി സ്മൃതി മന്ദാനയെയും തിരഞ്ഞെടുത്തു. അപ്പൊ ശരിക്കും അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അഥവാ ICC കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ടെസ്റ്റ് താരമായി തിരഞ്ഞെടുത്ത ആരെയാണ്? അത് ജസ്പ്രീത് ബുംറയാണ് ഇന്ത്യയുടെ. അതേപോലെ വനിതാ ഏകദിനത്തിലെ മികച്ച താരമായി തിരഞ്ഞെടുത്തത് സ്മൃതി മന്ദാനയാണ്, അതും ഇന്ത്യക്കാരിയാണ്. അല്ലെ, അപ്പൊ അത് ഓർത്തിരിക്കുക. നമ്മുടെ ജസ്പ്രീത് ബുംറയെയും അതേപോലെ സ്മൃതി മന്ദാനയെയും ICC എന്തായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട്? മികച്ച ടെസ്റ്റ് താരമായിട്ട് ജസ്പ്രീത് ബുംറയെയും അതേപോലെ ഏകദിനത്തിലെ മികച്ച വനിതാ താരമായി സ്മൃതി മന്ദാനയെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമനായി D ഗുഗേഷ് മാറി. അല്ലെ, അപ്പൊ ഫിഡെ ലോക ചെസ് ചാമ്പ്യൻ ഇന്ത്യക്കാരിൽ ഒന്നാമനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? അത് D ഗുഗേഷ് ആണ്. അല്ലെ, ഇദ്ദേഹത്തിനും ആനുകാലിക പ്രസക്തിയുള്ളതാണ്. അതുകൊണ്ട് വ്യക്തികളുടെ കാര്യം സ്പോർട്സിൽ ചോദിക്കുമ്പോൾ ഇദ്ദേഹത്തെ നോട്ട് ചെയ്ത് വെക്കണം. അറിയാലോ, അങ്ങനെയാണ് നമ്മൾ സ്പോർട്സ് ഒക്കെ പഠിക്കേണ്ടത്. സ്പോർട്സിൽ ലേറ്റസ്റ്റ് ആയിട്ട് വ്യക്തികളെ ചോദിക്കുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ചില വ്യക്തികൾ ഉണ്ടാക്കിയിട്ടുള്ള റെക്കോർഡുകൾ അല്ലെങ്കിൽ ന്യൂസിൽ വന്നിട്ടുള്ളത് കൊണ്ടൊക്കെയാണ് അവർ പരീക്ഷയിൽ ചോദിക്കുന്നത്. അതങ്ങനെ മനസ്സിലാക്കി പഠിക്കുക. അടുത്തൊരു പോയിന്റ് നോക്കുക. കൊലാലംപൂരിൽ നടക്കുന്ന വനിതകളുടെ അണ്ടർ-19 2020 ക്രിക്കറ്റ് ലോകകപ്പിൽ മലേഷ്യക്കെതിരെ നടന്ന മത്സരത്തിൽ ഹാട്രിക് നേടിയതോടെ ഈ വിഭാഗത്തിൽ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളറായി വൈഷ്ണവി ശർമ്മ. അല്ലെ, എന്താണ് ഇതൊക്കെ അത്ര ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമല്ല, എന്നാലും അറിഞ്ഞിരിക്കുക. കൊലാലംപൂരിൽ നടക്കുന്ന വനിതകളുടെ അണ്ടർ-19, അതൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. കൊലാലംപൂരിലാണ് വനിതകളുടെ അണ്ടർ-19 2020 ക്രിക്കറ്റ് ലോകകപ്പ് നടക്കുന്നത്. ലോകകപ്പ് ആയതുകൊണ്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അല്ലെ, എന്നാണ് കൊലാലംപൂരിലാണ് വനിതകളുടെ അണ്ടർ-19 2020 ക്രിക്കറ്റ് ലോകകപ്പ് നടക്കുന്നത്. ആ ലോകകപ്പിൽ മലേഷ്യക്കെതിരെ നടന്ന മത്സരത്തിൽ ഹാട്രിക് നേടിയതോടെ ഈ വിഭാഗത്തിലെ ഹാട്രിക് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളറായിട്ട് മാറി നമ്മുടെ വൈഷ്ണവി ശർമ്മ. ക്രിക്കറ്റ് പന്തുകൾ ഉപയോഗിച്ച് 50 years ഓഫ് വാങ്കഡെ സ്റ്റേഡിയം. അപ്പൊ എന്താണ് അതിന്റെ പേര്? 50 years ഓഫ് വാങ്കഡെ സ്റ്റേഡിയം എന്ന വാക്യം എഴുതി ഗിന്നസ് റെക്കോർഡിട്ട് മുംബൈ വാങ്കഡെ സ്റ്റേഡിയം. ഇതിനായി 14,505 പന്തുകൾ ഉപയോഗിച്ചു. അല്ലെ, പന്തുകൾ കൊണ്ടാണ് ഇങ്ങനെ ഒരു വാക്ക് എഴുതിയത്. എന്താണ് 50 years ഓഫ് വാങ്കഡെ സ്റ്റേഡിയം എന്നുള്ള ആ പഞ്ച് ലൈൻ എഴുതിയത് 14,505 പന്തുകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇങ്ങനെ ആ പന്തുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ 50 years ഓഫ് വാങ്കഡെ സ്റ്റേഡിയം എന്ന വാക്യം എഴുതിയതുകൊണ്ട് അവർ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിട്ടുണ്ട്. അല്ലെ, അപ്പൊ ഏതാണ് ആ സ്റ്റേഡിയം? മുംബൈ വാങ്കഡെ സ്റ്റേഡിയം. ഇനി അടുത്തൊരു പോയിന്റ് നമുക്ക് നോക്കാം. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ലൈക്കാണ് വീഡിയോക്ക് റീച്ച് കൂട്ടുന്നത്. ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക. ലൈക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ പല വീഡിയോയും അത് റീച്ച് ആകാതെ നിൽക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു പോയിന്റ് നോക്കുക. പട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന മലയാളിയായ ജസ്റ്റിസ് K വിനോദ് ചന്ദ്രൻ അല്ലെ സുപ്രീം കോടതി ജഡ്ജിയായി സ്ഥാനമേറ്റു. സുപ്രീം കോടതി ജഡ്ജിയായിട്ടാണ് സ്ഥാനമേറ്റിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു പോയിന്റ് ആണ്, ഓർത്തിരിക്കുക. എന്താണ് പ്രത്യേകത? പട്നയിലായിരുന്നു അല്ലെ, പട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ആര്? K വിനോദ് ചന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെ. അപ്പോൾ K വിനോദ് ചന്ദ്രൻ എന്ന് പറയുന്ന അദ്ദേഹം പട്ന ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു, മലയാളിയാണ്. അദ്ദേഹം ഇപ്പോൾ എവിടെയാണ്? സുപ്രീം കോടതിയുടെ ജഡ്ജിയായിട്ടാണ് സ്ഥാനമേറ്റിട്ടുള്ളത്. കറണ്ട് അഫയേഴ്സ് കേട്ട് ഒക്കെ മനസ്സിലാക്കുക. ഇത് നമ്മൾ പഠിക്കേണ്ട കാര്യമല്ല, നമുക്ക് ചുറ്റുവട്ടം നടക്കുന്ന കാര്യങ്ങളാണ്. അത് അങ്ങനെ ഒരു ഇൻഫർമേഷൻ എന്ന നിലയിൽ മനസ്സിലാക്കുക. അടുത്തത് ലോക സാമ്പത്തിക ഉച്ചകോടി സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്നു. അത് സ്ഥിരമായിട്ട് നടക്കുന്ന സ്ഥലമാണ് ദാവോസ്. അത് പിന്നെ കാണാതെ പഠിക്കേണ്ട കാര്യമില്ല അല്ലെ. ലോക സാമ്പത്തിക ഉച്ചകോടി നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ദാവോസ് ആണ്. ദാവോസ് സ്വിറ്റ്സർലൻഡിലാണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം അല്ലെ. ഏതാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ
വനിതാ ടെന്നീസ് കിരീടം അതാരാണ് നേടിയത്? അമേരിക്കയുടെ മാഡിസൺ കെയ്സിന്. അല്ലെ പുതിയ ആൾക്കാരൊക്കെ ടെന്നീസിലേക്ക് വരികയും റെക്കോർഡ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. അല്ലെ, നിങ്ങൾ ചെയ്യേണ്ടത് ഈ പഴയ ആൾക്കാരെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ച് സെറ്റായിരിക്കുമ്പോഴാണ് ഇതേപോലെ വിംബിൾഡണിൽ, ഓസ്ട്രേലിയൻ ഓപ്പണിലൊക്കെ പുതിയ ആൾക്കാർ വരുന്നത്. അതുകൊണ്ട് ഇനിയും പുതിയ ആൾക്കാർ വരുന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് പഠിച്ച് ജോലി മേടിച്ച് പോവുക. അല്ലെ, ഇവരുടെയൊക്കെ പേര് പഠിക്കുന്നത് വലിയ പാടാണ്. നമ്മൾ പാടുപെട്ട് പേര് പഠിച്ച് വരുമ്പോഴാണ് അടുത്ത ആൾക്കാർ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറേ നാൾ പഠിച്ചിരിക്കാതെ എത്രയും പെട്ടെന്ന് പഠിച്ച് ജോലി മേടിച്ച് പോവുക. ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം അമേരിക്കയുടെ മാഡിസൺ കെയ്സിന്. ഫൈനലിൽ ബെലറൂസിന്റെ ആര്യാന സബലെങ്കയെയാണ് പരാജയപ്പെടുത്തിയത്. അല്ലെ, ആര്യാന സബലെങ്കയാണ് പരാജയപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾ ആ ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ്, അത് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓസ്ട്രേലിയൻ ഓപ്പണിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലേ, ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ ടെന്നീസ് കിരീടം അമേരിക്കയുടെ ആരാണ് നേടിയത്? മാഡിസൺ കെയ്സിനാണ്. ആരെയാണ് പരാജയപ്പെടുത്തിയത്? ആര്യാന സബലെങ്കയാണ് പരാജയപ്പെടുത്തിയത്. അല്ലെ, മാഡിസൺ കെയ്സൺ അമേരിക്കക്കാരിയാണ്. ആര്യാന സബലെങ്ക ബെലറൂസിന്റെ പ്ലെയർ ആണ്. ബഹിരാകാശത്ത് പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ്. അല്ലെ, ഇത് സ്പേസ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഇതൊക്കെ ആനുകാലിക പ്രസക്തിയുള്ളതാണ്, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും വരുന്നതാണ്. ഇതിൽ നിന്നൊക്കെ സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു സാങ്കേതിക വിദ്യ എന്താണെന്ന് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അല്ലെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ ബഹിരാകാശത്ത് പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന സ്പേസ് ഡോക്കിംഗ് നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. കേട്ടോ, ഇത് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും. US, റഷ്യ, ചൈന ഇതിനു മുമ്പ് നേടിയവരാണ്. US, റഷ്യ, ചൈന എന്നിവരാണ് ഇതിനു മുമ്പ് ഈ നേട്ടം സ്വന്തമാക്കിയത്. ഞാൻ എടുത്തു പറയുന്നു, സ്പേഡക്സ് ഒക്കെ അതേപോലെ സ്പേസ് ഡോക്കിംഗ് ഒക്കെ ഉറപ്പായിട്ടും ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ അത് നോക്കി തന്നെ വെക്കുക. ബഹിരാകാശത്ത് പേടകങ്ങളെ ബഹിരാകാശത്ത് വെച്ചിട്ടാണ് ഈ പേടകങ്ങളെ കൂട്ടി യോജിപ്പിക്കുന്നത്. ആ ഒരു സംഭവമാണ് സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. ഈ നേട്ടം കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് ഏതൊക്കെയാണ്? US ഉറപ്പായിട്ടും ഉണ്ടാവും, റഷ്യ ഉണ്ട്, ചൈനയുണ്ട്. ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നീ 6 ഗ്രഹങ്ങൾ ജനുവരി 25-ാം തീയതി രാത്രി ഒന്നിച്ചൊരേ നിരയിൽ ആകാശത്ത് ദൃശ്യമായി. അപ്പോൾ എന്നാണ്? ജനുവരി 25-ാം തീയതിയായിരുന്നു. ഏതൊക്കെ ഗ്രഹങ്ങളാണ്? ഏതൊക്കെയാണ്? ശുക്രനുണ്ട്, ചൊവ്വയുണ്ട്, വ്യാഴമുണ്ട്, ശനിയുണ്ട്, യുറാനസ് ഉണ്ട്, നെപ്റ്റ്യൂൺ ഉണ്ട്. ഇതിൽ ഒരാളെ നമുക്ക് അറിയാമല്ലേ, ശുക്രനെ നമ്മൾ മിക്കവാറും കാണാറുണ്ട്. അല്ലെ, ശുക്രൻ. പിന്നെ ഉള്ളതാരാണ്? ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇത്രയും പേരും കൂടെ വന്ന് അങ്ങനെ മൊത്തം 6 ഗ്രഹങ്ങൾ. അല്ലെ, 6 ഗ്രഹങ്ങൾ 2025 ജനുവരി 25-ാം തീയതി രാത്രി ഒന്നിച്ച് ഒരേ നിരയിൽ ആകാശത്ത് ദൃശ്യമായി. അപ്പോൾ ഇവരാരൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായി കോഴിക്കോട് വിജിലൻസ് ട്രൈബ്യൂണലായിരുന്ന വി ഗീതയെ നിയമിച്ചു. അപ്പോൾ എന്നാണ്? കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായിട്ട് കോഴിക്കോട് വിജിലൻസ് ട്രൈബ്യൂണലായിരുന്ന വി ഗീതയെ നിയമിച്ചു. രാജ്യത്തെ ആദ്യ കൊറോണറി ആർട്ടറി ബൈപ്പാസ്. അല്ലെ, ഇപ്പം എന്താണ്? രാജ്യത്തെയാണ്, അതായത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കൊറോണറി ആർട്ടറി ബൈപ്പാസ്. അതേപോലെ ആദ്യ ശിശുഹൃദയം മാറ്റിവയ്ക്കൽ, ആദ്യ ഹൃദയ ശ്വാസകോശം മാറ്റിവയ്ക്കൽ എന്നിവ നടത്തി പ്രശസ്തനാവുകയും വേൾഡ് കോൺഗ്രസ് ഓഫ് തൊറാസിക് കാർഡിയാക് സർജൻസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ആദ്യ ഇന്ത്യക്കാരനുമായ ഡോക്ടർ KM ചെറിയാൻ അന്തരിച്ചു. അല്ലെ, അപ്പൊ എന്താണ് പ്രത്യേകത? ഡോക്ടർ KM ചെറിയാന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? രാജ്യത്തെ ആദ്യ കൊറോണറി ആർട്ടറി ബൈപ്പാസ്, അതേപോലെ ആദ്യ ശിശുഹൃദയം മാറ്റിവയ്ക്കൽ, അതേപോലെ ആദ്യ ഹൃദയ ശ്വാസകോശം മാറ്റിവയ്ക്കൽ എന്നിവ നടത്തി പ്രശസ്തനാവുകയും വേൾഡ് കോൺഗ്രസ് ഓഫ് തൊറാസിക് കാർഡിയാക് സർജൻസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ച ആദ്യ ഇന്ത്യക്കാരനുമായ വ്യക്തിയാണ് ഡോക്ടർ KM ചെറിയാൻ. അദ്ദേഹം അന്തരിച്ചു. അടുത്ത പോയിന്റ്, രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ്. അല്ലെ, ഇത് വളരെ പ്രസക്തിയുള്ള ഒരു പോയിന്റ് ആണ്. ഇതും ചോദിക്കും. രാജ്യത്ത് ഏക സിവിൽ കോഡ്, അല്ലെ, കോമൺ സിവിൽ കോഡ്, ആർട്ടിക്കിൾ 44 കോമൺ സിവിൽ കോഡിനെ കുറിച്ച് ഭരണഘടനയിൽ പറയുന്നത്. രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറി. അത് ഉറപ്പായിട്ടും ചോദിക്കും. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം, ഇത് നോട്ട് ചെയ്യുക. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നർ നേടി. അല്ലെ, ഫൈനലിൽ ആരെയാണ് പരാജയപ്പെടുത്തിയത്? ജർമ്മനിയുടെ അലക്സാണ്ടർ സൊരേവിനെയാണ് ഇദ്ദേഹം പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ പ്രത്യേകത എന്താണെന്ന് നോക്കുക. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം ഇറ്റലിയുടെ യാനിക് സിന്നറിന്, ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സൊരേവിനെയാണ് ഇദ്ദേഹം പരാജയപ്പെടുത്തിയത്.
ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് വിജയകരമായ 100ാം വിക്ഷേപണം, ഇത് നോട്ട് ചെയ്യണം, ഇതും കാലിക പ്രസക്തിയുള്ളതാണ്. 100ാം വിക്ഷേപണം നടത്തി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം അല്ലെ. അപ്പോൾ ISROയുടെ 100ാം വിക്ഷേപണം അല്ലെ, അത് നടത്തിയിരിക്കുകയാണ്. എവിടെ നിന്നാണ്? നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലാണ്, ശ്രീഹരിക്കോട്ടയാണ് അല്ലെ. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. 100ാം വിക്ഷേപണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ക്ലാസ്സിൽ തരാം. അടുത്ത ഒരെണ്ണം നോക്കുക. 38ാം ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ അല്ലെ, ഡെറാഡൂണിലായിരുന്നു, അത് കഴിഞ്ഞു അല്ലെ. 38ാമത് ദേശീയ ഗെയിംസ് എവിടെയാണ് നടന്നത്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ. ഇതും ആനുകാലിക പ്രസക്തിയുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മിക്കവാറും ഇനി അടുത്ത പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പോയിന്റുകൾ ഞാൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വളരെ വ്യക്തമായി തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ ഇപ്പോഴും പറയുന്നു, നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ വീഡിയോയ്ക്കും ചാനലിനും റീച്ച് കൂട്ടുന്നത്. നിങ്ങൾ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്, ലൈക്ക് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. 38ാം ദേശീയ ഗെയിംസ് ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ തുടങ്ങി അത് കഴിയുകയും ചെയ്തു അല്ലെ. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ആരാണ്? ജി തൃഷയാണ്. ഇത് തെലങ്കാനക്കാരിയാണ്. ജി തൃഷ തെലങ്കാനക്കാരിയാണ്. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിലാണ് സെഞ്ചുറി നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് തെലങ്കാനക്കാരിയായ ജി തൃഷയാണ്. ആമസോൺ സ്ഥാപകനായ ജെഫ് ബെസോസിന്റെ കമ്പനിയായ ബ്ലൂ ഒറിജിന്റെ കൂറ്റൻ റോക്കറ്റ് ന്യൂ ഗ്ലെന്നി അല്ലെ, അതിന്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണം വിജയകരമായിരുന്നു. അപ്പൊ എന്താണ് പ്രത്യേകത? ആമസോണിന്റെ സ്ഥാപകനായിട്ടുള്ള ജെഫ് ബെസോസ്, നമുക്കറിയാം ജെഫ് ബെസോസ് അല്ലെ, ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ജെഫ് ബെസോസിന്റെ കമ്പനിയുടെ പേരാണ് ബ്ലൂ ഒറിജിൻ. ജെഫ് ബെസോസിന്റെ കമ്പനിയായ ബ്ലൂ ഒറിജിന്റെ കൂറ്റൻ റോക്കറ്റാണ് ന്യൂ ഗ്ലെന്നി. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോസ്, അദ്ദേഹത്തിന്റെ കമ്പനിയാണ് ബ്ലൂ ഒറിജിൻ. ആ ബ്ലൂ ഒറിജിന്റെ കൂറ്റൻ റോക്കറ്റാണ് ന്യൂ ഗ്ലെന്നി. അതിന്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണം വിജയകരമായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് 2025 ഫെബ്രുവരി 1 PSC ബുള്ളറ്റിനിലുള്ളത്. ഇതിൽ എനിക്ക് തോന്നുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് പഠിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലേലിസ്റ്റ് സന്ദർശിക്കുക, ക്ലാസ്സുകളെല്ലാം കാണുക, ടെലഗ്രാമിൽ വരിക, വാട്സപ്പിൽ വരിക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.